പെട്ടെന്ന് ഈ തീ ആളി കത്തിക്കാണ്. നിസാരമായൊരു സംഭവം പെട്ടെന്ന്. അപ്പോൾ എന്തെങ്കിലും ഈ ബസ്സിനെ പറ്റി തന്നെ വളരെ കംപ്ലൈന്റ് ഉള്ളതാണ്, ഈ സന ബസ്സിനെ പറ്റി. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പാലക്കാട് കോഴിക്കോട് റോഡിൽ കോഴിക്കോട് എയർപോർട്ടിന് സമീപം പ്രൈവറ്റ് ബസ്സിന് തീപിടിച്ചു. ഓടുന്നതിനിടയിലാണ് ബസ്സിന് തീപിടിച്ചത്. കോഴിക്കോട് പാലക്കാട് റൂട്ടിലോടുന്ന സന ബസ്സാണ് തീപിടുത്തത്തിന് ഇരയായത്. കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷന് സമീപം പാലക്കാട് കോഴിക്കോട് റൂട്ടിലോടുന്ന സന ബസ്സാണ് കത്തിയമർന്നത്. ഞായറാഴ്ചയായതിനാൽ 15ഓളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ബസിന്റെ മുൻവശത്ത് നിന്നാണ് ആദ്യം പുക ഉയർന്നത്. ജീവനക്കാർ വെള്ളം കോരിയൊഴിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണ വിധേയമായില്ല. വയറിംഗിൽ തീപിടിച്ചതിനാൽ ബസിന്റെ ഹൈഡ്രോളിക് ഡോറുകളും തുറക്കാനായില്ലെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വളരെ കുറവായിരുന്നു ബസ്സിലെ യാത്രക്കാർ. അപ്പോൾ ഇത് ഇവിടുന്ന് എത്തിയപ്പോൾ ചെറുതായിട്ടാണ് ഈ ഫെയർ കണ്ടത്. അപ്പോൾ ആൾക്കാരെല്ലാവരും ഇറക്കിയിട്ട് അതൊന്ന് ഇവിടുന്ന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കെടുത്തിയിട്ട് തിരിച്ചു പോകാന്നുള്ള ഇതിലാണ്. അതിൽ പെട്ടെന്ന് ഈ ആളി കത്തി, പവർ കൂടി. അവിടുന്ന് കൂടിയപ്പോഴാണ് ഈ വിഷയം. അപ്പോൾ ഫെയർ സ്റ്റേഷൻ ഇതിന് വിളിച്ചിട്ട് ഇവിടുന്ന് അരമണിക്കൂർ വേലക്കായിരുന്നു ഇങ്ങോട്ട് എത്താൻ. ഒന്നാമത് കൊണ്ടോട്ടിയിൽ അങ്ങനെ ഒരു സംഭവം എല്ലാവരും ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ ഇവിടുത്തെ അധികാരികൾക്ക് ആർക്കും നടത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ കൊണ്ടോട്ടിൻ്റെ ഒരു ആവശ്യമാണ്. ഇതേമാതിരി ആക്സിഡൻറ്റ് എന്ത് കാര്യങ്ങളുണ്ടായാലും ഒന്നെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം എയർപോർട്ടിൻ്റെ സാധനം നമുക്ക് കിട്ടൂല. അത് പ്രത്യേക കലക്ടർ ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ബസ്സിൻ്റെ എന്താണിത് പെട്ടെന്ന് ഈ തീ ആളിക്കത്താനുള്ള കാരണം. അതായത് ചെറുതായിട്ട് കണ്ടതാണ്, പെട്ടെന്ന് ഈ തീ ആളിക്കത്തിക്കാണ്. നിസാരമായൊരു സംഭവം പെട്ടെന്ന്. അപ്പോൾ എന്തെങ്കിലും ഈ ബസ്സിനെ പറ്റി തന്നെ വളരെ കംപ്ലൈന്റ് ഉള്ളതാണ്, ഈ സന ബസ്സിനെ പറ്റി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അത് പ്രത്യേകം ഒന്നും അന്വേഷിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. 24 കിലോമീറ്റർ ഓടിയതിന്റെ ശേഷമാണ് ഈ ഫയർ എഞ്ചിൻ ഇവിടെ എത്തിയത്. 3/4 മണിക്കൂർ വൈകിട്ടുണ്ട്. ഈ ബസ് കത്തിയതിന്റെ ശേഷം 3/4 മണിക്കൂർ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഫയർ എഞ്ചിൻ ഇവിടെ എത്തിയത്. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് കൊണ്ടോട്ടി താലൂക്കിൽ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിന്റെ കീഴിൽ ഒരു ഫയർ സ്റ്റേഷൻ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതിനും ഇവിടുത്തെ പ്രാദേശിക MLAയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി മുൻകൈ എടുക്കണം. ഈ ഒളിച്ചുകളി MLAന്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഒളിച്ചുകളി അവസാനിച്ചുകൊണ്ട് ഇവിടെ ഇതേമായിക്കൊരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്ന ഈ ഫയർ എഞ്ചിനുകൾ കൊണ്ടോട്ടി താലൂക്കിൽ കൊണ്ടുവരാൻ ആവശ്യമായ ഒരു ഇടപെടലുകൾ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടം എടുക്കണമെന്ന് വിനീതമായി ഇവിടുത്തെ MLAയോടും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോടും ആവശ്യപ്പെടുകയാണ്. ബസിന്റെ ജനൽ വഴിയാണ് യാത്രക്കാരിൽ ചിലർ പുറത്തു കടന്നത്. മലപ്പുറത്ത് നിന്ന് ഫയർ യൂണിറ്റ് എത്തിയപ്പോഴേക്കും ബസ് പൂർണ്ണമായും കത്തിയമർന്നിരുന്നു. ഡീസൽ ടാങ്കിലേക്ക് തീ പടരാതിരുന്നതിനാൽ പൊട്ടിത്തെറിയുണ്ടായില്ല. ബസ്സിൽ പെട്ടെന്ന് തീ പടർന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചാനൽ 10 കൊണ്ടോട്ടി. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.